Hey, hello, assalamu alaikum. Welcome back to my channel. അപ്പോൾ ഇന്ന് ഞാനൊരു റെസിപ്പീസ് വീഡിയോസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റും പിന്നെ ജ്യൂസി ആയിട്ടുള്ളൊരു പോക്കറ്റ് ഷവർമയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് 1 ടീസ്പൂൺ. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അതിനുശേഷം പൊരിച്ചെടുക്കാം. ഇനി നമുക്ക് ഷവർമക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ്, ക്യാബേജ്, ക്യാപ്സിക്കം, ക്യാരറ്റ്, പിന്നെ സവാള നന്നായിട്ട് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം, ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം മയോണൈസ് ഇട്ട് കൊടുക്കുക. മയോണൈസ് വീട്ടിലുണ്ടാക്കിയതാണ്, മേടിച്ചത് ഇട്ട് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എഗ്ഗ്, പിന്നെ ഗാർലിക്, കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ കുരുമുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു മയോണൈസ് ഉണ്ടാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചിക്കൻ പൊരിച്ചിട്ട് ഷ്രെഡ് ചെയ്തെടുത്തതാണ്, അതും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറച്ചേരം റെസ്റ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് പോക്കറ്റ് ഉണ്ടാക്കിയെടുക്കാം. 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സൈഡ് ഭാഗം ഒന്ന് വെട്ടിയെടുക്കാം. അതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ ഒരു ബൗളിലേക്ക്. അത് നമുക്ക് കളയണ്ട, അത് നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ സൈഡ് ഭാഗം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും. അങ്ങനെ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കോട്ടിങ്ങിന് വേണ്ട മുട്ട എടുത്തിട്ടുണ്ട്, 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഒന്ന് മുക്കിയെടുക്കാം. ബ്രെഡ് നമുക്ക് ഇതേപോലെ അങ്ങനെ മുക്കിയെടുക്കുക, കോട്ടിങ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ബ്രെഡ് ക്രംസ് ആയിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ പൊട്ടി പോരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നന്നായിട്ടും കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും നന്നായിട്ടും കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അധികം നേരം ഫ്രൈ ചെയ്തെടുക്കരുത്, അപ്പോൾ കരിയാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ നന്നായിട്ട് എണ്ണ കുടിക്കും ചെയ്യും. അതുകൊണ്ട് ഒരു ഗോൾഡൻ ഷെയ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്കൊന്ന് ഒന്ന് കോരി എടുത്തിട്ട് വെക്കാം കേട്ടോ. അങ്ങനെ ഇതെല്ലാതും ഞാൻ ഇതേപോലെ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നെക്സ്റ്റ് ഞാൻ ഇതേപോലെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാതും ഞാനിങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അത് നടുഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ഫില്ലിങ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഫില്ലിങ്സ് മൊത്തം ആ പോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം നറുക്കരുത്, അപ്പോൾ പൊട്ടാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അങ്ങനെ കുറച്ചൊക്കെ പൊട്ടിയിട്ടുണ്ട്, കുറച്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ടേസ്റ്റ് വൈസ് അടിപൊളിയാണ്. അപ്പോൾ ഇത്ര ഉള്ളൂ. നല്ല അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ റെസിപ്പി ഉണ്ടാക്കിയിട്ട് പിന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, ട്രൈ ചെയ്യട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പുതിയതായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ എൻ്റെ പ്രീവിയസ് വീഡിയോസ് ഒക്കെ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.